ഹായ് ഓൾ ഹായ്. അപ്പോൾ SSLC +2 വിദ്യാർത്ഥികൾക്കുള്ള ഗ്രേസ് മാർക്ക് സംബന്ധിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഗ്രേസ് മാർക്ക് സംബന്ധിച്ച് ഒരു ഓർഡർ, കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെയാണെന്ന് അതിനകത്തുള്ള ഡീറ്റെയിൽസ് നോക്കാം. സംസ്ഥാന കേരള സ്കൂൾ കലോത്സവം സബ് ജില്ലാ തലത്തിൽ പങ്കെടുത്തവർക്കല്ല പറയുന്നത്. സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് A ഗ്രേഡ് കിട്ടുന്ന കുട്ടിക്ക് കിട്ടുന്ന മാർക്ക് എത്രയാ? ഗ്രേസ് മാർക്കായിട്ട് 20 മാർക്ക് കിട്ടും. B ഗ്രേഡ് കിട്ടുന്ന കുട്ടിക്കാണെങ്കിലോ 15 മാർക്ക്, C ഗ്രേഡ് കിട്ടുന്ന കുട്ടിക്കാണെങ്കിലോ 10 മാർക്ക് എന്നിങ്ങനെയാണ് കിട്ടുന്നത്. ഇത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ABC ഗ്രേഡ് മാത്രമല്ല, ഇത്രയും കാറ്റഗറി, അതായത് കേരള സ്കൂൾ ശാസ്ത്രോത്സവം, സംസ്ഥാനതല ശാസ്ത്ര സെമിനാർ, സംസ്ഥാന തല CV രാമൻ ഉപന്യാസ മത്സരം, സംസ്ഥാനതല ശ്രീനിവാസ രാമാനുജൻ മെമ്മോറിയൽ പേപ്പർ പ്രസന്റേഷൻ, സംസ്ഥാനതല വാർത്താ വായന മത്സരം, സംസ്ഥാനതല ഭാസ്കരാചാര്യ സെമിനാർ, സംസ്ഥാനതല ടാലന്റ് സെർച്ച് ശാസ്ത്രം, സംസ്ഥാനതല ടാലന്റ് സെർച്ച് ഗണിതശാസ്ത്രം, സംസ്ഥാനതല ടാലന്റ് സെർച്ച് സാമൂഹ്യ ശാസ്ത്രം, ഇത്രയും ഇനങ്ങളിൽ പങ്കെടുത്ത് സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് കിട്ടുന്ന കുട്ടിക്ക് എത്ര മാർക്കാണ് ഗ്രേസ് മാർക്കായിട്ട് കിട്ടുക? 20 മാർക്ക്. B ഗ്രേഡ് കിട്ടുന്ന കുട്ടിക്ക് 15 മാർക്ക്, C ഗ്രേഡ് കിട്ടുന്ന കുട്ടിക്ക് 10 മാർക്ക് എന്നിങ്ങനെയാണ് ഗ്രേസ് മാർക്കായിട്ട് കിട്ടുക. ബാക്കി ഇനങ്ങളിലെ കൂടെ നമുക്ക് പെട്ടെന്ന് പരിശോധിക്കാം. സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ്, സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് കിട്ടിയാൽ 25 മാർക്ക്, B ഗ്രേഡ് കിട്ടിയാൽ 20 മാർക്ക്, C ഗ്രേഡ് കിട്ടിയാൽ 15 മാർക്ക്. അടുത്തത് ജൂനിയർ റെഡ് ക്രോസ് JRC, ജൂനിയർ റെഡ് ക്രോസിന്റെ അഥവാ JRCക്ക് ഉള്ള ഒരു കുട്ടിക്ക് എത്ര മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടും? 10 മാർക്കാണ് JRCക്ക് ഉള്ള ഒരു കുട്ടിക്ക് ഗ്രേസ് മാർക്കായിട്ട് കിട്ടാം. നോക്കാം, അടുത്തത് നോക്കാം. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് SPCയിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് പരമാവധി എത്ര മാർക്കാണ് ഗ്രേസ് മാർക്ക് കിട്ടുക? 20 മാർക്കാണ് SPCക്ക് ഉള്ള ഒരു കുട്ടിക്ക് ഗ്രേസ് മാർക്ക് കിട്ടുക. സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുത്ത് A ഗ്രേഡ് കിട്ടിയ കുട്ടിക്ക് 20 മാർക്കും, B ഗ്രേഡ് കിട്ടിയ കുട്ടിക്ക് 15 മാർക്കും, C ഗ്രേഡ് കിട്ടിയ കുട്ടിക്ക് 10 മാർക്കുമാണ് കിട്ടുക. അതേപോലെ ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ്, ദേശീയ തലത്തിലെ ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുത്ത കുട്ടിക്ക് 25 മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് കിട്ടുന്നുണ്ട്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ഇത് ഹയർ സെക്കൻഡറി വിഭാഗത്തിനാണ് ആദ്യം പറയുന്നത്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ 80% ഹാജരുള്ള കുട്ടിക്ക് 25 മാർക്കാണ് ഗ്രേസ് മാർക്കായിട്ട് കിട്ടുക. അത് +2 ആണ് പറയുന്നത്. +2 സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ 80% ഹാജരുള്ള കുട്ടിക്ക് കിട്ടുന്ന ഗ്രേസ് മാർക്ക് എത്രയാണ്? 25 മാർക്ക്. അതോടൊപ്പം തന്നെ ചീഫ് മിനിസ്റ്ററിന്റെയോ രാജ്യപുരസ്കാരോ, അതായത് രാജ്യ പുരസ്കാർ ഓർ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് കിട്ടുന്ന കുട്ടിക്ക് 40 മാർക്കാണ് ഗ്രേസ് മാർക്കായിട്ട് കിട്ടുക. അതോടൊപ്പം തന്നെ രാഷ്ട്രപതി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഉള്ള കുട്ടിക്ക് 50 മാർക്ക്, 50 മാർക്സ് ഗ്രേസ് മാർക്കായിട്ട് കിട്ടും. ഹൈസ്കൂൾ വിഭാഗത്തിൽ 80% ഹാജരുള്ള കുട്ടിക്ക് 18 മാർക്കാണ്. ഇതിന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഉള്ള കുട്ടിക്ക് 18 മാർക്കാണ് ഗ്രേസ് മാർക്കായിട്ട് കിട്ടുക. പക്ഷേ ഈ 18 മാർക്ക് കിട്ടണമെങ്കിൽ ഒരു ഉപാധി എന്താണ്? ആ കുട്ടിക്ക് 80% ഹാജരുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നോക്കാം, രാജ്യ പുരസ്കാർ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് ഉള്ള കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടും? 18 പകരം ആ കുട്ടിക്ക് 2 മാർക്ക് കൂടെ അധികമായിട്ട് 20 മാർക്കാണ് ഗ്രേസ് മാർക്കായിട്ട് കിട്ടുക. രാഷ്ട്രപതി അവാർഡ് വിജയിക്ക് 25 മാർക്ക്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ രാഷ്ട്രപതി അവാർഡ് വിജയിക്ക് 25 മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് കിട്ടും. അതുപോലെ NSS നോക്കുക, NSSന്റെ റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുക്കുന്ന വോളണ്ടിയേഴ്സിന് 40 മാർക്ക്, NSS സർട്ടിഫിക്കറ്റിലെ കുട്ടിക്ക് 20 മാർക്ക്. ലിറ്റിൽ കൈറ്റ്സിനുള്ള കുട്ടിക്ക് കിട്ടുന്നത് 15 മാർക്കാണ്. ലിറ്റിൽ കൈറ്റ്സിന്റെ ഒരു കുട്ടിക്ക് പരമാവധി ഗ്രേസ് മാർക്കായിട്ട് കിട്ടുക. അതോടൊപ്പം തന്നെ കുറേ ഇത്തരത്തിൽ ഗ്രേസ് മാർക്ക് കിട്ടേണ്ട വിഭാഗങ്ങൾ നമ്മളെ ഈ സർക്കാർ ഓർഡറിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പോർട്സ്, അതേപോലെ അന്തർദേശീയ തലത്തിൽ 1ാം സ്ഥാനം നേടുന്നവർക്ക് 100 മാർക്ക്, ഏറ്റവും കൂടുതൽ ഗ്രേസ് മാർക്ക് അന്തർദേശീയ തലത്തിൽ 1ാം സ്ഥാനം നേടുന്ന കുട്ടിക്കാണ് 100 മാർക്കാണ് ഗ്രേസ് മാർക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. എന്താ ലക്ക്! അപ്പൊ ഇത്തരത്തില് സംസ്ഥാന തലത്തിൽ മത്സരം മുതൽ ദേശീയ അന്തർദേശീയ തലത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വരെയുള്ള ഗ്രേസ് മാർക്കിനെ കുറിച്ചുള്ള ഒരു ഏറ്റവും ചുരുക്കിയ ഒരു വിവരണമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കൂടുതലായി കൂട്ടുകാർക്ക് ഇവരെക്കുറിച്ച് അറിയാൻ വേണ്ടി പറ്റും. നമ്മൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ സൈറ്റിൽ കയറിയാൽ നമുക്ക് ഈ PDF കിട്ടും. അത് വൃത്തിയായി ഇരുന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് എന്തൊക്കെയാണ് അതിനകത്തുള്ള ഡീറ്റെയിൽസ് ഉള്ള മുഴുവൻ കാര്യങ്ങളും, നമ്മൾ ഗ്രേസ് മാർക്കിനെ കുറിച്ചുള്ള മുഴുവൻ സംശയങ്ങൾ നമുക്ക് ഇല്ലാതായിരിക്കും. അപ്പോൾ ഗ്രേസ് മാർക്കും കൂടെ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്ന കുറെ കൂട്ടുകാരുണ്ടല്ലേ. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ ഓർഡർ തന്നെ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഗ്രേസ് മാർക്കുള്ള കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി പഠനത്തിന് ചേരുമ്പോൾ ബോണസ് പോയിന്റ് കിട്ടില്ല. എന്താണ് ബോണസ് പോയിന്റ് എന്ന് പലർക്കും സംശയം ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു സ്കൂളിൽ ഹയർ സെക്കൻഡറിക്ക് 50 സീറ്റ്, 50 സീറ്റ്സ് ആണ് ഒരു സ്കൂളിൽ സാധാരണഗതിയിൽ ഉണ്ടാവുക. ഈ 50 സീറ്റിൽ
ഫുൾ എ പ്ലസ് കിട്ടിയ ഈ 50 സീറ്റിലേക്ക് ഫുൾ എ പ്ലസ് കിട്ടിയ ഒരു 60 കുട്ടികൾ അപേക്ഷിച്ചെന്ന് വരിക. അപ്പം 10 പേർക്ക് സീറ്റ് കിട്ടില്ല അല്ലേ? പക്ഷേ ഈ 10 പേരെ എങ്ങനെ ഒഴിവാക്കും? എല്ലാവരും ഫുൾ എ പ്ലസ് ആണ്, പക്ഷെ ഈ 10 പേരെ എങ്ങനെ ഒഴിവാക്കും? ഈ 10 പേരെ ഒഴിവാക്കണമെങ്കിൽ അതിന് കുറേ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അതായത് ബോണസ് പോയിന്റ് എന്നാണ് അതിന് പറയുക. അതായത് നീന്തൽ അറിയാവുന്ന കുട്ടിക്കാണെങ്കിൽ അതിന് മാർക്ക് ഉണ്ട്, ഒരേ പഞ്ചായത്തിലെ കുട്ടികൾക്കാണ് മാർക്ക് ഉണ്ട്, ജില്ലയിലാണെങ്കിലും പ്രത്യേക മാർക്ക് ഉണ്ട്. ഇങ്ങനെ കുറേ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നമ്മൾക്ക് ഇതിന് അഡ്മിഷനിലെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പം ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് എന്ത് കിട്ടില്ല? ഈ സർട്ടിഫിക്കറ്റ്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ SPC ക്കുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ ആ കുട്ടിക്ക് SPC എന്ന് പറയുന്ന ഒരു ബോണസ്, അതിൻ്റെ പോയിന്റ് ഈ നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയ കുട്ടിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നൊരു കാര്യം കൂടെ ഈ ഗവൺമെന്റ് ഓർഡറിൽ, ഈ സർക്കാർ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യവും അല്ലെങ്കിൽ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു അസമത്വം, അതായത് കൂടുതലായി നന്നായി അക്കാദമിക മികവ് പുലർത്തുന്ന കുട്ടികൾക്ക്, അതായത് കൂടുതൽ നന്നായി കഷ്ടപ്പെട്ട് ഗ്രേസ് മാർക്കിൽ നിന്ന് സഹായമില്ലാണ്ട് പഠിച്ച് ഫുൾ എ പ്ലസ് വാങ്ങുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗ്രേസ് മാർക്കിന്റെ സഹായത്തോടെ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾ അവരെക്കാൾ മുന്നിൽ അഡ്മിഷൻ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായി സർക്കാർ പറഞ്ഞിട്ടുണ്ട്, ഗ്രേസ് മാർക്കുള്ള കുട്ടികൾക്ക് എന്തില്ല? ഗ്രേസ് മാർക്കുള്ള കുട്ടികൾക്ക് ബോണസ് പോയിന്റ് നൽകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, അത് ഏതായാലും നല്ല കാര്യം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം കൃത്യമായ ഡീറ്റെയിൽസ് ഇനിയും ഈ ഗവൺമെന്റ് ഓർഡറിനെ കുറിച്ച്, ഈ ഗ്രേസ് മാർക്കിനെ സംബന്ധിക്കുന്ന ഓർഡറിനെ കുറിച്ച് കുട്ടികൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ സൈറ്റിൽ കയറിയാൽ നമുക്ക് ഈ PDF കിട്ടും. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ കാണാം. എന്നിട്ട് സംശയം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സൈറ്റിൽ കയറിയിട്ട് PDF ഡൗൺലോഡ് ചെയ്തിരുന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.